ചരിത്രത്തിലെ ഏറ്റവും പിന്നാക്ക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ താഴ്ചകളിൽ നിന്ന് താഴ്ചകളിലേക്ക് കൂപ്പുകുത്തുകയാണ്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 8.2% GDP വളർച്ച വരും വർഷം 6.8% കുറയുമെന്നാണ് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ സൂചിപ്പിക്കുന്നത്. ഉയർന്ന പലിശ നിരക്കുകളും കുറഞ്ഞ സാമ്പത്തിക വളർച്ചയുമാണ് GDP ഇടിവിന് കാരണമെന്ന് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ പണനയ സമിതി കണക്കാക്കിയ 7.2% കുറവാണിത്. കൃഷിയും സ്വകാര്യ ഉപഭോഗവും മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് വളർച്ച കൂടുതൽ സന്തുലിതമാകുമെന്നും GDP വളർച്ച മികവിലെത്തുമെന്നും ഏജൻസി അവകാശപ്പെടുന്നുണ്ട്. മെച്ചപ്പെട്ട മൺസൂൺ സീസൺ കണക്കിലെടുത്ത് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിലെങ്കിലും ഭക്ഷ്യവിളകളിൽ കുറവുണ്ടാകണം. ഭക്ഷ്യവിലപ്പെരുപ്പം കുറയുന്നതിനൊപ്പം ഭക്ഷ്യേതര പണപ്പെരുപ്പവും ഉപഭോക്തൃ വില സൂചികയിലെ കുറവും പണപ്പെരുപ്പം കുറയ്ക്കും എന്നും ഏജൻസി വിശദീകരിക്കുന്നു. യഥാർത്ഥത്തിൽ GDP വളർച്ച കഴിഞ്ഞ പാദത്തിലെ 7.8% നിന്ന് നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ 6.7% താഴുകയായിരുന്നു. ഉപഭോക്തൃ വില സൂചിക മുൻ മാസത്തെ 5.5% നിന്ന് ഒക്ടോബറിൽ 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 6.2% വർദ്ധിച്ചു. ഒക്ടോബറിലെ 6.2% ഉപഭോക്തൃ വില സൂചിക 4.6% കുറയുമെന്നാണ് ക്രിസിൽ കണക്കുകൂട്ടുന്നത്. ഡിസംബറിൽ RBI പണനയ സമിതി റിപ്പോ നിരക്ക് 25 BPS കുറയ്ക്കുമെന്നാണ് ഏജൻസി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഭക്ഷ്യവിലപ്പെരുപ്പം തുടർച്ചയായി ഉയർന്നത് ആശങ്കാജനകമാണ്. ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, അന്താരാഷ്ട്ര ചരക്കുവിലയിലെ ചാഞ്ചാട്ടങ്ങൾ എന്നിവ ഉയർത്തുന്ന വെല്ലുവിളി RBI നിരീക്ഷിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ മറ്റൊരു കാര്യം തൊഴിലവസ്ഥയിൽ പ്രകടമായ പുരോഗതിയില്ല എന്നതാണ്. നവംബർ 18 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ നഗരപ്രദേശങ്ങളിലെ ത്രൈമാസ തൊഴിൽ നിരക്കിൽ നേരിയ വർധനവ് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒക്ടോബറിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് സെപ്റ്റംബറിലെ 7.80% നിന്ന് 10.10% ഉയർന്നു. 2018 ശരാശരി 8.20% ഓർമ്മിക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് മെയ് മാസത്തിൽ 6.3% ജൂണിൽ 9.3% ഉയർന്നു. നഗരങ്ങളിലെ തൊഴിലില്ലായ്മ ജൂണിലെ 8.6% നിന്ന് 8.9% ഉയർന്നു. തൊഴിൽ പങ്കാളിത്ത നിരക്കിലെ വർധനയ്ക്കൊപ്പം തൊഴിലില്ലായ്മയും ജൂണിൽ ഉയർന്നു. ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെ അനുപാതമായ തൊഴിൽ നിരക്ക് 2024 ജൂണിൽ 38% നിന്ന് 37.6% ഇടിഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലേബർ ഫോഴ്സ് പങ്കാളിത്ത നിരക്കും തൊഴിലാളി ജനസംഖ്യാ അനുപാതവും നിയന്ത്രിക്കാനാകാത്ത നിരക്കിലാണ്. 2016 മോഡി സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ എല്ലാ വിഭാഗത്തെയും പിന്നോട്ടടിച്ചു. പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾക്കിടയിലെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചു. ഇന്ത്യയിലെ 97.8% സ്ത്രീകളും 91.4% പുരുഷന്മാരും വ്യക്തിപരമോ കുടുംബപരമോ ആയ കാരണങ്ങളാൽ സംഘടിത തൊഴിൽ സേനയ്ക്ക് പുറത്താണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം 37.5% സ്ത്രീകളും മൊത്തം തൊഴിലാളികളിൽ 18.3% ഗാർഹിക സംരംഭങ്ങളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. 2023-24 സർവേ പ്രകാരം രാജ്യത്തെ 36.7% സ്ത്രീകളും 19.4% തൊഴിലാളികളും ഗാർഹിക സംരംഭങ്ങളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. 2019 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സർവേയിലും ഇത്തരം വലിയ അനുപാതം പ്രകടമായിരുന്നു. വീട്ടുജോലി, പരിചരണ ചുമതലകൾ തുടങ്ങിയ പ്രതിഫലമില്ലാത്ത പ്രവർത്തനങ്ങളിൽ സമയം ചിലവഴിക്കുന്ന സ്ത്രീകളുടെ സർവേ പ്രകാരം 6 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള 81% സ്ത്രീകളും ഗാർഹിക സേവനങ്ങളിൽ പ്രതിദിനം 5 മണിക്കൂറിലധികം ചിലവഴിക്കുന്നു. 15 മുതൽ 29 വയസ്സ് പ്രായമുള്ളവർ 85.1%, 15 മുതൽ 59 വയസ്സ് മുതൽ 92% ഇങ്ങനെ അധ്വാനിക്കുന്നവരാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 78% സ്ത്രീകളും ശമ്പളമില്ലാത്ത ഗാർഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നു. ശമ്പളമില്ലാത്ത ഗാർഹിക സേവനങ്ങൾക്കായി പുരുഷന്മാർ പ്രതിദിനം 1 മണിക്കൂറിൽ കൂടുതൽ ചിലവഴിച്ചതായും സർവേ സൂചിപ്പിക്കുന്നു. വിവിധ സർവേകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ തൊഴിലാളികളിൽ ഗണ്യമായ ഒരു ഭാഗം ശമ്പളമില്ലാത്ത തൊഴിലാളികളാണ്. വാസ്തവത്തിൽ വേതനമില്ലാത്ത അത്തരം തൊഴിലാളികൾ മൊത്തത്തിലുള്ള തൊഴിലാളികളുടെ 4/1 വരും. പ്രത്യേകിച്ച് കാർഷിക ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകളുടെ സ്ഥിതി
കൂടുതൽ ഗുരുതരമാണ്. തൊഴിലാളി പങ്കാളിത്ത നിരക്കിൽ ഇത്തരം ജോലികൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഗൗരവതരം. രാജ്യത്തെ തൊഴിലിനെക്കുറിച്ച് സർക്കാർ നൽകുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഇത് തൊഴിൽ സാഹചര്യം കൂടുതൽ വഷളാക്കും.